നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സിസ്റ്റർ ശ്യാമ പോയോ? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. വരുൺ സോറി, ശ്യാമ സാധാരണ ഇത്രയും വേഗം പോകാറില്ല. അതാ ഞാൻ. മദർ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പിന്നെ വരാം. വരുൺ, അത് ഞാൻ വന്നിട്ട് പറയാം മദർ. ഇപ്പൊ വരാം. മദർ. ഗുഡ് മോർണിംഗ് മദർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വരുൺ വരൂ. ഇതേ കുട്ടികൾക്ക് കൊടുത്തേ. ശരി. വരുൺ ഇരിക്കൂ. മദറിന്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. വത്തിക്കാനിൽ ഒരു വട്ടം പോവുക എന്ന് പറയുന്നതേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ ഒരു യാത്രയാണ്. മദർ ഇല്ലായിരുന്നപ്പോ 1-2 തവണ ഞാൻ വന്നിരുന്നു ഇവിടെ. സിസ്റ്റർ ആനി എന്നോട് പറഞ്ഞു, ഇവിടെ മുടക്കമില്ലാതെ വരുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് വരുൺ. ഒരാൾക്കൊരു പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുത്താൽ അയാളെ ചേർത്ത് പിടിച്ച് അതിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നവരാണ് ഇവിടെ ഭൂരിഭാഗവും ഇപ്പോൾ. പക്ഷേ എത്രയോ നാളുകളായി ഇവിടത്തെ കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വേണ്ടതൊക്കെ വരുൺ ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാതെ. മദറെ, ഞാൻ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നത് അതെന്റെ ഒരു ദാനമായിട്ട് അവർ സ്വീകരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരിതിനകത്തായിപ്പോയി എന്ന് കരുതി അവർക്ക് ഒരു കുറവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് അത് മദർ കൊടുക്കുന്നത് പോലെ ഞാൻ തരുന്നത് കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. ഈ നല്ല മനസ്സിന് കർത്താവ് കൂലി തരും. ഇത് ഒരുപാടുണ്ടല്ലോ വരുൺ, സാധാരണ തരാറുള്ളതിനേക്കാൾ കൂടുതൽ. ഇരിക്കട്ടെ മദർ. കൂട്ടത്തില് ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണ്? എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയൊരു ഇഷ്ടമുണ്ട്. അത് നടന്നാൽ മാത്രമേ എന്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവൂ. മദറും കുട്ടികളും പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഈ കാര്യം കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. പറയാതെ തന്നെ വരുൺ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. പിന്നെ വരുൺ പറഞ്ഞ ഇഷ്ടം, വരുണിനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ അർഹിക്കാത്തത് കൊതിക്കില്ല എന്നറിയാം. വരുണിന്റെ ആഗ്രഹങ്ങൾ നടക്കാനുള്ളത് തന്നെയാണ്, അത് നടക്കും. താങ്ക് യു മദർ. പിന്നെ വരുണിനെ പോലെ ഈ അനാഥാലയത്തിലെ കുട്ടികളെ സ്നേഹിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അവരൊരു സെലിബ്രിറ്റിയാണ്. വാർത്തകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നിശബ്ദമായി വന്ന് മടങ്ങും. കുട്ടികളെ വലിയ ഇഷ്ടമാ. ആരാണെന്നറിയോ? ദി ഗ്രേറ്റ് സിംഗർ ശ്യാമ. ശ്യാമ ഇവിടെയുണ്ട്. വരുണിന് അവരെ കാണണമെന്ന് താല്പര്യമുണ്ടോ? അവരൊക്കെ നമ്മുടെ മനസ്സിൽ കയറി പറ്റിയ ദൈവതുല്യരല്ലേ. അവരെ കാണാൻ ആരാ ആഗ്രഹിക്കാത്തത് മദർ? അവരെ കാണണം എനിക്ക്. ശരി, വരുൺ ഒരു നിമിഷം ഇവിടെ ഇരിക്കെ. എനിക്ക് ബിഷപ്പ് ഹൗസിലേക്ക് 1-2 ഫയലുകൾ കൊടുത്തു വിടാനുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ശ്യാമയെ പരിചയപ്പെടുത്തി തരാം. താങ്ക് യു മദർ. ശരി. മാഡം, നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഈ കുട്ടികളുടെ അടുത്തുനിന്ന് എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല മാലിനി.
ശ്യാമ മാഡം, ആഹാ. അടുത്ത തവണ ഞാൻ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊരു കീബോർഡ് കൊണ്ടുവരുമോ? ആ ഏയ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെയാണോ ചോദിക്കുന്നത്? ഏയ് സാരമില്ല സിസ്റ്റർ. കുട്ടികൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു കീബോർഡ് ഞാൻ കൊടുത്തുവിടാം. ദാ കൊടുക്ക. ഈ മിഠായി എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഓക്കെ. പൊക്കോ. വരുൺ വരൂ. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. ശരി മാഡം. എന്താ വരുൺ? അല്ല മദർ, ഇപ്പൊ ഇവിടുന്ന് പോയതാണോ ഗായിക ശ്യാമ? സിസ്റ്ററെ, ശ്യാമ പോയോ? ആ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ആ വരുൺ, സോറി. ശ്യാമ സാധാരണ ഇത്രയും വേഗം പോകാറില്ല. അതാ ഞാൻ. മദർ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പിന്നെ വരാം. വരുൺ, അത് ഞാൻ വന്നിട്ട് പറയാം മദർ. ഇപ്പൊ വരാം. എന്തു പറ്റി ഈ കുട്ടിക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.